ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുടിശ്ശികയായും കിട്ടാക്കനിയായുമെല്ലാം അധിക പെൻഷൻകാരുടെയും പെൻഷൻ തുക കടലാസിലൊതുങ്ങിയിരിക്കുകയാണ്. വാർദ്ധക്യ ജീവിതത്തിന് താങ്ങായ പെൻഷൻ കൂടി മുടങ്ങിയാൽ പിന്നെ സമരപ്പന്തലിലേക്ക് നീങ്ങുകയല്ലാതെ രക്ഷയില്ല. ഈ അവസരത്തിലാണ് ആവശ്യങ്ങളും അവകാശങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പെൻഷൻ ദിനം കൂടി കടന്നു വന്നിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ദേശീയ പെൻഷൻ ദിനം പ്രതിഷേധ ദിനമാചരിച്ച് പെൻഷനുകാർ. പതിനാലാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച ക്ഷേത്രമുറ്റത്ത് 86 വർഷത്തിനു ശേഷം ഗുരുചേമഞ്ചേരി കൃഷ്ണവേഷം കെട്ടുന്നു. കാലിക്കറ്റ് വിദൂര വിദ്യാഭ്യാസ ഇന്റർസോൺ കലോത്സവം തൃശൂർ സോൺ മുന്നേറുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ പെൻഷൻ ദിനം വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ദിനമായി ആചരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ പുതിയങ്ങാടിയിൽ നടന്ന പ്രതിഷേധ പരിപാടി INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോഴിക്കോട് കോർപ്പറേഷൻ നോർത്ത് ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിലാണ് പെൻഷൻ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പുതിയങ്ങാടി ബസാറിലാണ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക എന്ന മുഖ്യ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. PFRDA ആക്ട് റദ്ദ് ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നും ഇടക്കാലാശ്വാസവും പ്രായമേറിയ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കണമെന്നും ചികിത്സാ പദ്ധതി പെൻഷൻകാർക്ക് നടപ്പിലാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. പ്രക്ഷോഭ പരിപാടികൾ INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ പെൻഷൻ നൽകുന്നത് ഔദാര്യമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കെ അതിനെതിരെ നിൽക്കുന്ന ഏതൊരു സർക്കാരാണെങ്കിലും ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അതിനെ ശക്തമായി എതിർക്കാൻ ഒറ്റക്കെട്ടായി നാം മുന്നോട്ട് വരേണ്ടിയിരിക്കും. പലപ്പോഴായി നാം മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് 2013-ലാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് എന്നൊക്കെ സർക്കാർ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അച്യുതൻ നായർ പ്രതിഷേധ പരിപാടികളിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. സെക്രട്ടറി N. ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു. വാർഡ് കൌൺസിലർ CS. സത്യഭാമ മുഖ്യ പ്രഭാഷണം നടത്തി. യൂണിയൻ ഭാരവാഹികളായ പെരച്ചൻ മാസ്റ്റർ, KM. കുഞ്ഞികൃഷ്ണൻ, MD. രാജൻ, സണ്ണി സോളമൻ, രാജൻ നായർ തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലും വിവിധ പ്രതിഷേധ പരിപാടികൾ നടന്നു. കോഴിക്കോട് വൈദ്യുതി ഭവന് മുൻപിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി പെൻഷൻകാരാണ് പങ്കെടുത്തത്. മെഡിക്കൽ അലവൻസ് വർധന മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക, 2008-ലെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായി വിതരണം ചെയ്യുക, പെൻഷൻ പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, നകുലൻ കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കുക, മെഡിക്കൽ അലവൻസ് വർധനയിൽ ബോർഡ് നൽകിയ ഉറപ്പ് പാലിക്കുക, ബോർഡിലെ പെൻഷൻകാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക, പ്രശ്നപരിഹാരത്തിനുള്ള മെല്ലെപ്പോക്ക് നയം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് KCB പെൻഷൻസ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. പ്രസിഡന്റ് AV കൃഷ്ണനുണ്ണി നായർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K. കണാരൻ, ഡിവിഷൻ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് A. സുകുമാരൻ നായർ എന്നിവർ സംസാരിച്ചു. MP. അശോകൻ, M. വാസുദേവക്കുറുപ്പ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. താൻ കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ച ക്ഷേത്രമുറ്റത്ത് 86 വർഷത്തിനു ശേഷം വീണ്ടും കൃഷ്ണവേഷം കെട്ടുന്നു. കഥകളി ആചാര്യൻ ഗുരുചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് തന്റെ 14-ാം വയസ്സിൽ കഥകളി അഭ്യസിച്ച് അരങ്ങേറ്റം കുറിച്ച കീഴ്പയ്യൂർ കുനിയൽ ക്ഷേത്രമുറ്റത്ത് കൃഷ്ണവേഷം കെട്ടി വീണ്ടും ആടുന്നത്. വൃശ്ചികം 1-ന് ആരംഭിച്ച കീഴ്പയ്യൂർ കുനിയിൽ പരദേവതാ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡലവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ ഡിസംബർ 19 മുതൽ 25 വരെ നടക്കുകയാണ്.
ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എളപ്പില ഇല്ലത്ത് ശ്രീകുമാരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ഒപ്പം നടത്തപ്പെടുന്ന ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായാണ് ഗുരു ചേമഞ്ചേരി ശ്രീകൃഷ്ണ വേഷം കെട്ടിയാടുന്നത്. കീഴ്പയ്യൂർ കുനിയിൽ പരദേവതാ ക്ഷേത്രത്തിൽ കഥകളി അഭ്യസിച്ച് തിരുമുറ്റത്ത് തെളിഞ്ഞ കളിവിളക്കിന് മുൻപിൽ തന്റെ 14-ാം വയസ്സിൽ കലാജീവിതം ആരംഭിച്ച് 86 വർഷത്തെ കലാജീവിതത്തിലൂടെ കലാവിസ്മയമായി മാറിയ നാട്യാചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ തന്റെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ വേഷത്തിൽ ഈ ഡിസംബർ 24-ന് തന്റെ 100-ാം വയസ്സിൽ വീണ്ടും തിരുമുറ്റത്ത് കളിയരങ്ങിൽ എത്തുകയാണ്. ഈ കുന്നിയിൽ അമ്പലത്തിലാണ് നമ്മളെ അഗ്രശാലാന്ന് കളരി. ഞാനും 5-6 കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നൊരു അരങ്ങേറ്റമായി അവിടുത്തെ എന്നാ ഈ ക്ഷേത്രത്തെ ഗ്രഹത്തിലെ വാചാലായിട്ട് പഠിപ്പിച്ചു. അന്ന് അരങ്ങേറ്റ് അതുപോലെ എല്ലാ കൊല്ലം കളിയുണ്ട്. ഡിസംബർ 24-ന് കഥകളി അവതരിപ്പിക്കാൻ എത്തുന്ന ഗുരു ചേമഞ്ചേരിക്ക് നൽകുന്ന സ്വീകരണ ചടങ്ങ് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഇന്റർസോൺ കലോത്സവം പുരോഗമിക്കുന്നു. കലോത്സവത്തിന്റെ ഗ്ലാമർ ഇനങ്ങളായ ഒപ്പനയും തിരുവാതിരക്കളിയുമാണ് 2ാം ദിനത്തെ ശ്രദ്ധേയമാക്കിയത്. 2 ദിനങ്ങൾ പിന്നിടുമ്പോൾ തൃശൂർ സോണാണ് മുന്നിട്ട് നിൽക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഇന്റർസോൺ കലോത്സവം 2ാം ദിവസം പിന്നിട്ടു. രാവിലെ പെൺകുട്ടികളുടെ ഭരതനാട്യ മത്സരത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് ആൺകുട്ടികളുടെ ഭരതനാട്യം അരങ്ങേറി. തിരുവാതിരക്കളി, കുച്ചുപ്പിടി, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നീ മത്സരങ്ങൾ 1ാം വേദിയിൽ അരങ്ങേറി. 2ാം വേദിയിൽ മാപ്പിളപ്പാട്ട്, കോൽക്കളി, ഒപ്പന, വട്ടപ്പാട്ട് തുടങ്ങിയവയും നടന്നു. 2ാം ദിനം പിന്നിട്ടപ്പോൾ 134 പോയിന്റോടെ തൃശൂർ സോണാണ് മുന്നേറുന്നത്. ആതിഥേയരായ കോഴിക്കോട് സോൺ 109 പോയിന്റോടെ 2ാം സ്ഥാനത്തുണ്ട്. മലപ്പുറം സോണാണ് 3ാം സ്ഥാനത്ത്. മോണോ ആക്ട്, മിമിക്രി, മൈമിംഗ്, ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, സംഘഗാനം, നാടൻപാട്ട് തുടങ്ങിയ മത്സരങ്ങളാണ് 1ാം ദിവസം അരങ്ങേറിയത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം തളി കണ്ടംകുളം ജൂബിലി ഹാളിലും ജയ ഓഡിറ്റോറിയത്തിലുമാണ് നടക്കുന്നത്. സഹകരണ ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ മാർച്ചും ധർണയും നടന്നു. AR ഓഫീസിലേക്ക് നടന്ന മാർച്ച് CITU ജില്ലാ വൈസ് പ്രസിഡന്റ് M ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ദോഷകരമായ ചട്ടം ഭേദഗതി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയ്മെന്റ് യൂണിയന്റെ മാർച്ചും ധർണയും നടന്നു. മുതലക്കുളത്തു നിന്നും AR ഓഫീസിലേക്ക് നടന്ന മാർച്ച് CITU ജില്ലാ വൈസ് പ്രസിഡന്റ് M ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സഹകരണ നിയമത്തിലെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി നവംബർ 25-ന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഫെബ്രുവരി 14-ന് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത ചട്ടം ഭേദഗതി നിർദ്ദേശങ്ങളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ജീവനക്കാരുടെ സംഘടനകളും സഹകാരികളും നിർദ്ദേശങ്ങളും വിയോജിപ്പുകളും സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിരുന്നു. എന്നാൽ അതെല്ലാം തീർത്തും അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായാണ് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് സഹകരണ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ദോഷകരമായ ഒട്ടേറെ നിബന്ധനകളാണ് ഉത്തരവിലൂടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് AR ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നത്. മാർച്ചിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി M ബാലകൃഷ്ണൻ, AK മോഹനൻ, ബാബുരാജ്, രമേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോ പല സർവീസ് സഹകരണ മേഖലയിലെയും അറ്റൻഡർ തസ്തികയിൽ, പ്യൂൺ തസ്തികയിൽ എന്ന് പറയുന്നത് മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കുന്ന ജീവനക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു ആകർഷകത്വം ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ സഹകരണ മേഖലയിലേക്ക് അതുകൊണ്ട് തന്നെ നിരവധി തൊഴിൽ അന്വേഷകർ വരുന്നുണ്ട്. കേരളത്തിലെ തൊഴിൽ അന്വേഷകർ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും ഡിഗ്രി ഉള്ളവരാണ്. SLC പാസ്സായവരോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി മാത്രമുള്ളവരോ വളരെ കുറഞ്ഞ ആളുകളാണുള്ളത്. ഇവിടെ തൊഴിൽ അന്വേഷകരിൽ ബഹുഭൂരിപക്ഷവും. വൈവിധ്യമാർന്നതും ആകർഷണീയമായതുമായ ചണം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിന് ജയ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. നാഷണൽ ജൂട്ട് ബോർഡ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം നടക്കുന്നത്. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ കുഞ്ഞുണ്ണി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പുതുമയുള്ളതും വ്യത്യസ്തതയുമാർന്ന ചണം ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തി ജൂട്ട് ഫെയർ പ്രദർശനം ഹോട്ടൽ ജയ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. നാഷണൽ ജൂട്ട് ബോർഡിന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം നടത്തുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു.
വ്യത്യസ്ത തരം ഹാൻഡ് ബാഗുകൾ മുതൽ കളിക്കുന്ന ചെസ് ബോർഡുകൾ, കീ ചെയിനുകൾ, ഊഞ്ഞാലകൾ, ചുമർ ചിത്രങ്ങൾ, ടേബിൾ മേറ്റുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് ജൂട്ടിൽ തീർത്തിരിക്കുന്നത്. വിവിധ തരത്തിലും മനോഹരമായതുമായ ബാഗുകൾക്കാണ് കൂടുതൽ പ്രിയമേറുന്നത്. ഇതുകൂടാതെ പെൺകുട്ടികൾക്ക് കൗതുകമാർന്ന മാലകളും കമ്മലുകളും വളകളും പ്രദർശനത്തിലുണ്ട്. 50 രൂപ മുതൽ 2000 രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ബാംഗ്ലൂർ, കൽക്കട്ട, കർണാടക, ചെന്നൈ, തിരുപ്പൂർ, പൊള്ളാച്ചി, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ജൂട്ട് വ്യാപാരികളാണ് വിൽപ്പന നടത്തുന്നത്. 25ഓളം സ്റ്റാളുകളാണ് പ്രദർശനത്തിന് സജ്ജമാക്കിയിരിക്കുന്നത്. പ്രദർശനം ഡിസംബർ 21 അവസാനിക്കും. വാർത്തകളിൽ ഒരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്റ്റാർ ഉണ്ട്. ഇത് തിരുവനന്തപുരത്തെ സ്റ്റാർ വിവേക്, ഇത് കോഴിക്കോട്ടെ സ്റ്റാർ നസീർ, ഇത് കോട്ടയത്തെ സ്റ്റാർ ലക്ഷ്മി, ഇത് കൊച്ചിയിലെ സ്റ്റാർ രാഹുൽ, ഇത് തൃശൂരിലെ സ്റ്റാർ ഐശ്വര്യ, ഇത് കണ്ണൂരിലെ ലിറ്റിൽ സ്റ്റാർ നേഹ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ വലിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. സ്റ്റൈൽ ആകൂ, സ്റ്റാർ ആകൂ. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ പെൻഷൻ ദിനം ആചരിച്ചു. കേന്ദ്ര പെൻഷനുകാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റിയാണ് യോഗം ചർച്ച ചെയ്തത്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ പെൻഷൻ ദിനം ആചരിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി LIC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി PP കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗം ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പെൻഷൻകാരെയും ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്ന് സുപ്രീം കോടതി പറഞ്ഞ വിധിയിലെ പ്രധാനപ്പെട്ട കുറെ വാചകങ്ങൾ ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ്. ആ വിധിയുടെ അന്തസത്ത എന്ന് പറയുന്നത് പെൻഷൻ എന്നുള്ളത് ഒരു ഔദാര്യമല്ല, മറിച്ച് അവകാശമാണ് എന്ന് തന്നെയായിരുന്നു. പെൻഷൻ അവകാശമാണ് എന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധിയെ ഓർത്തുകൊണ്ട് നാം ഒത്തുചേരുമ്പോൾ ഇന്ന് പെൻഷൻ ഒരു അവകാശമാണ് എന്ന് അംഗീകരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനമല്ല രാജ്യത്തുള്ളത്. TP നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. M വിജയകുമാർ, AV വിശ്വനാഥൻ, K കൃഷ്ണൻ, G വെങ്കിടേശ്വരൻ, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K രാജൻ എന്നിവർ സംസാരിച്ചു. P അച്യുതൻകുട്ടി നായർ, രുക്മിണിയമ്മ, നാരായണൻകുട്ടി, NC രവീന്ദ്രൻ, വിക്ടോറിയ എന്നീ മുതിർന്ന പെൻഷൻകാരെ ചടങ്ങിൽ ആദരിച്ചു. സംഘടനാ മുഖ്യ രക്ഷാധികാരിയായ VR കൃഷ്ണയ്യരുടെ നിര്യാണത്തിൽ അനുശോചനവും രേഖപ്പെടുത്തി. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ പെൻഷൻ ദിനം ആചരിച്ചു. നളന്തയിൽ കേരള ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സായി വിരമിച്ച ET ലൂക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പെൻഷനുകാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും പുതിയ സർക്കാരിന്റെ സമീപനത്തെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു. ആ കാര്യം ഞങ്ങൾ ടേക്കപ്പ് ചെയ്തപ്പോൾ 2 മാസം കൊണ്ട് ഗവൺമെന്റിൽ നിന്ന് ഓർഡേഴ്സ് വന്നു. കാരണം ഞങ്ങൾ പറഞ്ഞത് ജോയിന്റ് അക്കൗണ്ടുള്ള കേസിൽ ഫാമിലിയുടെ എല്ലാ ഡീറ്റെയിൽസും ബാങ്കിലുണ്ട്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും അവരുടെ ഫോട്ടോയും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ആ കാര്യത്തിൽ ഇവരോട് പിന്നെ ഈ ആപ്ലിക്കേഷൻ വാങ്ങിയിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട, ഗസറ്റ് ഓഫീസേഴ്സിന്റെ പുറകെ പോകാൻ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി. അത് ഗവൺമെന്റ് റിയലൈസ് ചെയ്തിട്ട് ആദ്യത്തെ പേരിൽ തന്നെ ആ കാര്യമാണ് അവർ പറഞ്ഞത്, ഈ വിരോധത്തിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി. അങ്ങനെ പെട്ടെന്ന് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്തത്. അതിൽ ഒരു സിമ്പിൾ ലെറ്റർ വിത്ത് കോപ്പി ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ഈ ജോയിന്റ് അക്കൗണ്ടുള്ളവര്. COPA പ്രസിഡന്റ് KK ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി T ബാലകൃഷ്ണൻ, അസോസിയേഷൻ മെമ്പർ P ചന്ദ്രശേഖരൻ, അപ്പുകുട്ടി മാസ്റ്റർ, ലോഹിതാക്ഷൻ, കൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. തലമുറകൾക്ക് പകർന്നു നൽകിയ അനുഷ്ഠാന കലകളുടെ പുണ്യം നെറുകയിൽ ചൂടി 98ാം വയസ്സിലും തെയ്യത്തിന്റെയും തിറയാട്ടത്തിന്റെയും മേളപ്പെരുക്കങ്ങൾക്കിടയിൽ സജീവമാണ് മൊടക്കല്ലൂർ പാണൻകണ്ടി വീട്ടിലെ കുന്നത്തറ കണാരുപണിക്കർ. 14ാം വയസ്സിൽ പൈതൃകമായി ലഭിച്ച ഈ പാരമ്പര്യ കലകൾക്കൊപ്പം സഞ്ചരിച്ച് 8 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ആ പഴയ യുവത്വത്തിന്റെ പ്രസരിപ്പുണ്ട് ഈ തറവാട്ടുകാരനവർക്ക്. 8 പതിറ്റാണ്ട് പിന്നിടുന്ന കലാസപര്യ ജീവിതമെന്ന സമരത്തോടൊപ്പം സമാന്തരമായി കൊണ്ടുനടന്ന അനുഷ്ഠാന കലകൾ, സ്നേഹവും സന്തോഷവും മാത്രം പകർന്നു നൽകിയ കുടുംബാംഗങ്ങൾ, തെയ്യവും തിറയാട്ടവും ജീവിതചര്യയാക്കിയ മൊടക്കല്ലൂർ പാണൻകണ്ടി വീട്ടിലെ കുന്നത്തറ കണാരുപണിക്കർക്ക് ഈ 98ാം വയസ്സിലും ഒരുപാട് കലാനുഭവങ്ങളും കഥാനുഭവങ്ങളും പങ്കുവയ്ക്കാനുണ്ട്. 14ാം വയസ്സിൽ ക്ഷേത്രകലകളുടെ പകർന്നാട്ടം തുടങ്ങിയ ഈ കലാമേഖലയിലെ കാരണവർക്ക് പ്രായത്തെ അതിജീവിക്കുന്ന മനക്കരുത്തും കൈമുതലായുണ്ട്. 84 വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലെ സ്ഥാനികളായ നടുവിലക്കണ്ടി കുടുംബക്ഷേത്രത്തിൽ കോലം കെട്ടിയാണ്
കണാരു എന്ന 14-കാരൻ തിറയാട്ട കലാകാരനാവുന്നത്. പിന്നീട് അങ്ങോട്ട് 80 വർഷം കോലങ്ങളുടെയും അരുളപ്പാടുകളുടെയും വിശ്രമമില്ലാത്ത ലോകത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതം. ഇതിനിടയിൽ കോയിമ സമ്മാനിച്ച പണിക്കർ സ്ഥാനവും പേരിനൊപ്പം ചേർന്നു. ഉത്സവ സീസണുകളിൽ ഓരോ വർഷവും 100-ലധികം തിറയാട്ടങ്ങൾ. ക്ഷേത്രകലാരൂപമായതിനാൽ കൃത്യമായ വ്രതമെടുത്ത് കെട്ടിയാടേണ്ട ദേവതാ സങ്കല്പത്തെ മനസ്സിലേക്ക് ആവാഹിച്ച് മാത്രമേ പണിക്കർ തിറകെട്ടിയാടാറുള്ളൂ. ഇതിൽ തന്നെ ഗുളികൻ, ഘണ്ടാകർണൻ, കുട്ടിച്ചാത്തൻ എന്നീ തിറകൾ ഭക്തരുടെ പ്രീതി ഏറെ പിടിച്ചുപറ്റി. നെല്ലും അരിയും തേങ്ങയുമൊക്കെയായിരുന്നു ആദ്യകാലത്ത് പ്രതിഫലമായി ലഭിച്ചിരുന്നത്. പലപ്പോഴും പ്രതീക്ഷിച്ച പ്രതിഫലം ലഭിക്കുകയുമില്ല. കർക്കടക മാസത്തിൽ പൂർണ്ണമായ തയ്യാറെടുപ്പുകൾ ശരീരത്തിൽ നടത്തിയില്ലെങ്കിൽ ആയാസകരമായ കോലങ്ങൾ കെട്ടിയാടാൻ കഴിയില്ലെന്ന് പണിക്കർ പറയുന്നു. ക്ഷേത്രങ്ങളിലെ ഉത്സവകാലങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാർ സജീവമാവുന്നത്. അല്ലാത്ത സമയങ്ങളിൽ കുടുംബത്തിനൊപ്പം ദാരിദ്ര്യവും പട്ടിണിയുമാണ് ഈ തിറയാട്ട കലാകാരന്മാർക്ക് കൂട്ട്. മുരുക്ക്, പാല തുടങ്ങിയ കനം കുറഞ്ഞ മരങ്ങളിലാണ് കെട്ടിയാടാനുള്ള ആടയാഭരണങ്ങൾ തീർക്കുന്നത്. പ്രായം 90 കഴിഞ്ഞതോടെ അനുഷ്ഠാന കലകളുടെ അരങ്ങിൽ നിന്നും അണിയറയിലേക്ക് കണാരു പണിക്കർ പിൻവാങ്ങി. പുതിയ തലമുറയ്ക്ക് ഈ കലകളോട് അഭിനിവേശം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ പകർന്നു നൽകാനും ചമയങ്ങൾ രൂപപ്പെടുത്താനും മടിയില്ല ഈ കലയുടെ പെരുന്തച്ഛനെ. ആകാശവാണിയിൽ 30 വർഷത്തോളം തോറ്റൻ പാട്ടുകളും മാരൻ പാട്ടുകളുമായി പണിക്കരും ഭാര്യ ചെറിയമ്മയും സജീവമായിരുന്നു. 89 പിന്നിട്ട ചെറിയമ്മയും 98 പിന്നിട്ട കണാരു പണിക്കരും മാതൃകാ ദമ്പതികളാണ് ഈ പ്രദേശത്തുകാർക്ക്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും കേളികൊട്ടിനൊപ്പം സമാന്തരമായി സഞ്ചരിച്ച ഈ പാരമ്പര്യ കലാദമ്പതിമാർക്ക് അർഹിക്കുന്ന അംഗീകാരം ഇന്നും അകലെയാണ്. പൂക്കാട് കലാലയവും കുറച്ച് പ്രാദേശിക ക്ലബ്ബുകളും മാത്രമാണ് ഈ കലാസബരിയെ ബഹുമാനിച്ചത്. തോറ്റംപാട്ടിന്റെയും അനുഷ്ഠാന കലകളുടെയും ലോകത്ത് ചെറിയമ്മയ്ക്കൊപ്പം സന്തുഷ്ടമാണ് കണാരു പണിക്കരുടെ ജീവിതം. കാലത്തെ അതിജീവിക്കുന്ന ഒരുപാട് ആട്ടക്കാഴ്ചകൾ കാണികൾക്ക് നൽകി ശതാബ്ദിയുടെ നിറവിലാണ് ഈ തറവാട്ടുകാരണവർ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി അറിയപ്പെടുന്ന ചന്തുമേനോന്റെ ഇന്ദുലേഖ 125 വർഷങ്ങൾക്ക് ശേഷം അഭ്രപാളികളിലൂടെ വീണ്ടും പുനർജനിക്കുന്നു. ഇന്ദുലേഖയുടെ 125ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജാണ് ഇന്ദുലേഖ എന്ന ഡോക്യുമെന്ററി നിർമ്മിക്കുന്നത്. ഇന്ദുലേഖയുടെയും മാധവന്റെയും കഥ ഇനി ദൃശ്യങ്ങളായും ആസ്വദിക്കാം. 125 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ചും ആംഗലേയ ഭാഷയുടെ അനിവാര്യതയെക്കുറിച്ചും വായനക്കാരന് ചിന്ത നൽകിയ ലക്ഷണമൊത്ത ഇന്ദുലേഖയെ പുതുതലമുറയ്ക്കും പരിചയപ്പെടുത്തുകയാണ് ഈ വിദ്യാർത്ഥികൾ. ഇന്ദുലേഖ ചിത്രീകരിക്കാൻ കോളേജ് ചുമതല നൽകിയത് പൂർവ്വ വിദ്യാർത്ഥിയും മലയാള മനോരമ യുവ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രവും മികച്ച സംവിധായകനായും തെരഞ്ഞെടുത്ത ഹരിപ്രസാദിനെയാണ്. പഴയ കാലഘട്ടം നെഞ്ചിലേറ്റിയ ലക്ഷണമൊത്ത നോവൽ പുതുതലമുറയ്ക്കും പരിചയപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന് സംവിധായകൻ പറയുന്നു. നമ്മൾക്ക് മുന്നേ കഴിഞ്ഞു പോയ ഒരു തലമുറ വളരെയധികം സ്നേഹത്തോടെ അല്ലെങ്കിൽ ആദരവോടെ വായിച്ചിരുന്ന ഒരു നോവൽ ഇന്ന് പുതിയ തലമുറയ്ക്ക് വല്ലാതെ പരിചയമില്ല. ആ നോവലിനെ ഒരു പുതിയ ആവിഷ്കരണ ശൈലിയിലൂടെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഞാൻ ഇതിലൂടെ ഈ ഡോക്യുമെന്ററിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കണ്ണൂർ, കേളന്നൂർ, ഒയ്യാരം, തലശ്ശേരി, വള്ളിക്കുന്ന്, എടശ്ശേരിയില്ലം എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം പുരോഗമിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ചെയർമാനായ കമ്മിറ്റിക്ക് കീഴിൽ വിപുലമായാണ് ഇന്ദുലേഖയുടെ 125ാം വാർഷികം ആഘോഷിക്കുന്നത്. വരുന്ന 21-ന് ചിത്രം കോളേജിൽ നടക്കുന്ന പൊതുവേദിയിൽ പ്രദർശിപ്പിക്കും. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഫറോക്ക് താലൂക്ക് ആശുപത്രിയുടെ ആസ്തി അവകാശം ബ്ലോക്കിന് കൈമാറാതെ ഫറോക്ക് പഞ്ചായത്ത് തങ്ങളുടേതാക്കി വെച്ചിരിക്കുകയാണെന്ന് ഫറോക്ക് പഞ്ചായത്ത് UDF ഭാരവാഹികൾ ആരോപിച്ചു. ഇത് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും സുഗമ പ്രവർത്തനത്തിനും വിഘാതം സൃഷ്ടിക്കുമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫാറൂഖ് താലൂക്ക് ആശുപത്രിയുടെ ആസ്തി അവകാശം ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറാത്തത് വികസന പ്രവർത്തനങ്ങൾക്കും ആശുപത്രിയുടെ സുഗമ പ്രവർത്തനത്തിനും വിഘാതം സൃഷ്ടിക്കുന്നതായി ഫറോക്ക് പഞ്ചായത്ത് UDF ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ ഗ്രാമപഞ്ചായത്ത് അധികാരത്തിലുള്ള ആസ്തി വകകൾ ബ്ലോക്കിന് കൈമാറാതെ ഫറോക്ക് പഞ്ചായത്ത് തങ്ങളുടേതാക്കി വെച്ചിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ ഇടങ്കോലിടൽ കാരണം ആശുപത്രിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ താളം തെറ്റിരിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്തിന്റെ കുടില പ്രവർത്തനത്തിനെതിരെ രാഷ്ട്രീയപരമായും നിയമപരമായുള്ള പ്രക്ഷോഭങ്ങൾക്ക് UDF തയ്യാറെടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഫറോക്ക് ഗ്രാമപഞ്ചായത്തിന് ചീക്കോട് പദ്ധതിയിൽ നിന്നും കുടിവെള്ളം കിട്ടാനുള്ള സാധ്യത MLA എളമരം കരീമിന്റെ അനാസ്ഥ കാരണം ഫറോക്ക് ഗ്രാമപഞ്ചായത്തിന് ചീക്കോട് പദ്ധതിയിൽ നിന്നും കുടിവെള്ളം കിട്ടാനുള്ള സാധ്യത ഇല്ലാതായിരിക്കുകയാണെന്നും ഫറോക്കിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അവർ പറഞ്ഞു. P. ആസിഫ്, V. മുഹമ്മദ് ഹസൻ, P. സെയ്ദു, V. അബ്ദുൽ അലി, MK കൃഷ്ണകുമാർ, MM ജമീല, K. സക്കറിയ, K. തസ്വീർ ഹസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
പ്രകൃതിയുടെ നിറങ്ങൾ ക്യാൻവാസിലാക്കി സുരേഷ് ബുദ്ധയുടെ ചിത്രപ്രദർശനം കളേഴ്സ് ശ്രദ്ധേയമായി. പ്രകൃതിയുടെ പച്ചപ്പ് തുളുമ്പുന്ന 25 ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിലുള്ളത്. കൊഴിഞ്ഞു വീഴുന്ന ഇലകളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യം വ്യക്തമാക്കുകയാണ് സുരേഷ് ബുദ്ധ തന്റെ പെയിന്റിങ്ങുകളിലൂടെ. കളേഴ്സ് എന്ന പേരിൽ ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ പ്രദർശനത്തിൽ പ്രകൃതിയുടെ നിറങ്ങളെ ക്യാൻവാസിലാക്കിയ 25ഓളം ചിത്രങ്ങളുണ്ട്. പൊഴിഞ്ഞു വീഴാൻ തുടങ്ങുന്ന ഇലകളാണ് മിക്ക ചിത്രങ്ങളുടെയും പശ്ചാത്തലം. കൂടാതെ പ്രദർശനത്തിൽ സെൽഫ് പോർട്രേറ്റുമുണ്ട്. എന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മള് പെയിന്റിങ്ങുകളുടെ പോസിറ്റീവ് തിങ്കിങ് ഷെയർ ചെയ്യണം. അത് എനിക്കാണെങ്കിലും കാണുന്ന ആൾക്കാണെങ്കിലും കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു ജിജ്ഞാസ ഉണ്ടാവണം, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു ആസക്തി ഉണ്ടാവണം, അല്ലെങ്കിൽ അതൊരു പ്രേരക ശക്തിയായിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫ്രഷ് കളേഴ്സ് യൂസ് ചെയ്യുന്നത് പെയിന്റിങ്ങിൽ. ആ ഫ്രഷ് കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്റെ എല്ലാ വർക്കുകളും. പന്തീരാങ്കവ സ്വദേശിയായ സുരേഷ് ബുദ്ധ 2 വർഷങ്ങൾ കൊണ്ടാണ് ചിത്രങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്. അക്രിലിക്കും വാട്ടർ കളറുമാണ് മാധ്യമമായി ഉപയോഗിച്ചത്. ആർട്ട് ഗാലറിയിലെ 2ാമത്തെ ചിത്ര പ്രദർശനമാണിത്. വിശാഖപട്ടണം, പോണ്ടിച്ചേരി, ചെന്നൈ, ഗോവ, പൂനെ, തിരുവനന്തപുരം, എറണാകുളം തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ സുരേഷ് ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്തകൾ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി തുലാം 29, 2014 നവംബർ 19 മുതൽ 2015 ജനുവരി 16 പടിപൂജ വരെ പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 201 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സ്മരണ പുതുക്കി വിമുക്ത ഭടന്മാർ വിജയ് ദിവസ് ആഘോഷിച്ചു. കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ EP പൃഥ്വിരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വീരമൃത്യു വരിച്ച ജവാന്മാരുടെ സ്മരണാർത്ഥം മാനാഞ്ചിറയിൽ ദീപവും തെളിയിച്ചു. ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സ്മരണ പുതുക്കി വിമുക്ത ഭടന്മാർ വിജയ് ദിവസ് ആഘോഷിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിൽ കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ EP പൃഥ്വിരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ യുദ്ധത്തിൽ ജീവൻ ബലികൊടുത്ത ധീരജവാന്മാരെ ഓർമ്മിച്ചും ആദരിച്ചും അവർക്ക് നിത്യശാന്തി നൽകിക്കൊണ്ടും നേർന്നുകൊണ്ടും നമ്മുടെ ഈ ദിവസം ആഘോഷിക്കുകയാണ്. ചടങ്ങിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് NRR വർമ്മരാജ അധ്യക്ഷനായി. റിട്ടയർഡ് കേണൽ PN ആയില്യത്ത്, കൌൺസിലർ കൃഷ്ണദാസ്, ജോസ് ജോൺ ബ്രദർ, റിട്ടയർഡ് കേണൽ P കുറുപ്പ്, P ജയരാജൻ, അജിത് കുമാർ, AK അശോകൻ, ശ്രീജ സുധാകരൻ, എക്സ് സർവീസസ് ലീഗ് ജില്ലാ സെക്രട്ടറി CP വാസുദേവൻ നായർ, ഗോപിനാഥൻ നായർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യുദ്ധത്തിൽ മരണപ്പെട്ട ജവാന്മാരെ അനുസ്മരിച്ച് മാനാഞ്ചിറയ്ക്ക് സമീപം ദീപം തെളിയിച്ചു. എഴുത്തുകാരി KP സുധീര പരിപാടി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് അതിയായ അഭിമാനം തോന്നാണ്. കാരണം നെഞ്ചോക്കുള്ള നമ്മുടെ വീരഭടന്മാരുടെ ഓർമ്മ ഇവിടെ പുതുക്കുകയാണ്. അതുപോലെ ക്യാപ്റ്റൻ വിക്രമിന്റെ അമ്മ ഇവിടെ ഉണ്ട്. അതുപോലെ വീരമൃത്യു വരിച്ച ഒരുപാട് ഭടന്മാരുടെ ബന്ധുക്കളും പലരും നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. മനസാക്ഷിയെ തച്ചുടയ്ക്കുന്ന സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റുന്നതായി മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം P സതീദേവി പറഞ്ഞു. നിർഭയയുടെ സ്മരണ പുതുക്കി DYFI ജില്ലാ യുവതീ സബ് കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജാഗ്രതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ.
കാമഭ്രാന്തന്മാരുടെ കിരാതാക്രമണത്തിനിരയായി ലോകത്തോട് വിട പറഞ്ഞ നിർഭയയുടെ സ്മരണ പുതുക്കി സ്ത്രീ സുരക്ഷയ്ക്കായി യുവത കൈകോർത്തു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തെയും പീഡന ശ്രമത്തെയും ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ യുവതി സബ് കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ ജാഗ്രതാ സംഗമം സമൂഹത്തിന്റെ അതിക്രമങ്ങൾ തുറന്നു കാട്ടുന്നതായി. സ്ത്രീ സുരക്ഷയ്ക്കായി കൈകോർക്കുക മുദ്രാവാക്യവുമായി നടത്തിയ സംഗമത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. സെൻട്രൽ ലൈബ്രറിക്ക് സമീപം നടന്ന ജാഗ്രതാ സംഗമം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. മനസാക്ഷിയെ തച്ചുടയ്ക്കുന്ന സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റുന്നതായി സതീദേവി പറഞ്ഞു. PM ആതിര അധ്യക്ഷത വഹിച്ചു. സി അശ്വിനി ദേവ്, MM പത്മാവതി, AM റഷീദ്, SK സജീഷ്, K നീനു, KV ലേഖ, K സിനി, MK നളിനി എന്നിവർ സംസാരിച്ചു. ഈ രീതിയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ അതിക്രമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കലാനിപുണ സത്കല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നാടക സിനിമാ അഭിനേതാവായിരുന്ന ഷംസു മൈസൂരിന്റെ ചരമദിനത്തിന്റെ ഭാഗമായി അനുസ്മരണം സംഘടിപ്പിച്ചു. നാടക പ്രവർത്തകൻ റംഗൂൺ റഹ്മാൻ പരിപാടിയിൽ അധ്യക്ഷനായി. നാടക സിനിമാ രംഗത്ത് ശ്രദ്ധേയനായ ഷംസു മൈസൂരിന്റെ 1ാം ചരമദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് കലാനിപുണ സത്കലയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ശിക്ഷക് സദനിൽ നാടക പ്രവർത്തകൻ റംഗൂൺ റഹ്മാന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത്. പി സുധാകരൻ, മാധവൻ കുന്നത്തറ, KR മോഹൻദാസ്, MA നാസർ, KV ആലിക്കോയ, സാവിത്രി ശ്രീധരൻ, അജിത നമ്പ്യാർ, ഇല്ലിക്കെട്ട് നമ്പൂതിരി, മോഹൻ, PP മുഹമ്മദ് കോയ, PPA റഹീം എന്നിവർ സംസാരിച്ചു. ബാബൂട്ടിയുടെ നാമത്തിൽ, പാലേരി മാണിക്യം, ഒരു ഇന്ത്യൻ പ്രണയകഥ, വെള്ളരിപ്രാവിന്റെ ചങ്ങാതി തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് ഷംസു മൈസൂർ. വാർത്തകൾ ചുരുക്കത്തിൽ. കേരള ജനസമ്പർക്ക വേദി സംസ്ഥാന കമ്മിറ്റിയുടെ സാമൂഹിക പ്രവർത്തകനുള്ള മദർ തെരേസ പുരസ്കാരവും റാവു ബഹദൂർ അപ്പു നെടുങ്ങാടി അനുസ്മരണ സമിതി നൽകുന്ന മികച്ച ബാങ്ക് ജീവനക്കാർക്കുള്ള അപ്പു നെടുങ്ങാടി പുരസ്കാരവും കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. നെടുങ്ങാടിയുടെ പൗത്രി ശാന്ത ടീച്ചറെ ചടങ്ങിൽ പൊന്നാടിയെ അണിയിക്കും. കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. ഡിസംബർ 28 തിങ്കളാഴ്ച കോഴിക്കോട് മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ വൈകിട്ട് 4 മണിക്കാണ് ചടങ്ങ് നടക്കുന്നത്. റെപ്കോയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മാനാഞ്ചിറ കോംപ്ലക്സ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന റെപ്കോ ട്രേഡ് ഫെയർ ഡിസംബർ 19 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 19 മുതൽ 2015 ജനുവരി 11 വരെയാണ് മാനാഞ്ചിറ കോംപ്ലക്സ് ഗ്രൗണ്ടിൽ റെപ്കോ ട്രേഡ് ഫെയർ സംഘടിപ്പിച്ചിട്ടുള്ളത്. റെപ്കോയുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ റേഡ്കോ, ദിനേഷ്, മൃഗനയനി എന്നീ സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങളും പ്രദർശനവും വിൽപ്പനയും കൂടി ട്രേഡ് ഫെയറിലുണ്ടാകും. എല്ലാ ദിവസവും രാവിലെ 11 മുതൽ 9 മണി വരെ നടക്കുന്ന ഫെയറിൽ പ്രവേശനം സൗജന്യമാണ്. ഉൽപ്പന്നങ്ങൾക്ക് 40% വരെ പ്രത്യേക ഇളവ് അനുവദിച്ചിട്ടുണ്ടെന്നും റെപ്കോ സാരഥികൾ പറഞ്ഞു. KMCT മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ച് ഡോക്ടർമാരുടെ ബിരുദദാന ചടങ്ങ് ഡിസംബർ 18 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MKC നായർ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആദ്യമായി ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠനവും പരിശീലനവും നേടി ഡോക്ടർമാരായി പുറത്തുവരുന്നവരുടെ ബിരുദാനന്തര ചടങ്ങാണ് ഡിസംബർ 18 KMCTയിൽ നടക്കുന്നത്. മലബാറിൽ ഫർണിച്ചർ, ജ്വല്ലറി, ടയേഴ്സ് വ്യാപാര രംഗത്തെ കഴിവ് തെളിയിച്ച തെയ്യമ്പാട്ട് ഗ്രൂപ്പ് ഫർണിച്ചർ രംഗത്തെ തങ്ങളുടെ 4ാമത്തെ ഷോറൂം കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ പെൻഷൻ ദിനം പ്രതിഷേധ ദിനമാചരിച്ച് പെൻഷനുകാർ. പതിനാലാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച ക്ഷേത്രമുറ്റത്ത് 86 വർഷത്തിനു ശേഷം ഗുരുചേമഞ്ചേരി കൃഷ്ണവേഷം കെട്ടുന്നു. കാലിക്കറ്റ് വിദൂര വിദ്യാഭ്യാസ ഇന്റർസോൺ കലോത്സവം തൃശൂർ സോൺ മുന്നേറുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.